ഒരു മറക്കാനാവാത്ത യാത്ര എന്ന് പറയുന്നത് എൻ്റെ സിംഗപ്പൂർ യാത്രയാണ്. ഞാനും വൈഫും മകളും എല്ലാം കൂടി പിന്നെ ഒരു യാത്ര നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് കഴിഞ്ഞപ്പോഴാണ്, നമ്മുടെ വൈദ്യുതി മന്ത്രി സ്ഥാനം പോയപ്പോഴാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്തുള്ള യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഉണ്ട്. അതെ അതെ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇവിടത്തേക്ക് പോകുന്നത്. ഭയങ്കര കഥ അതിനെ പറ്റി. ഞാൻ യാത്ര പോകേണ്ട താമസം എന്തോ ആരും ഇതേവരെ യാത്ര ചെയ്യാത്ത പോലെ ഭയങ്കരമായ വാർത്തകൾ വന്നു. പക്ഷേ അത് നല്ല ആസ്വദിച്ച യാത്രയായിരുന്നു. ഈ വാർത്ത വന്നു എന്നുള്ളത് കൊണ്ട് വല്ലാതെ വിഷമമൊന്നും എനിക്ക് അന്നുമില്ല ഇപ്പോഴുമില്ല. അതാണ് അതിൻ്റെ രീതി. ആ യാത്ര നല്ല യാത്രയായിരുന്നു. അങ്ങനെ സിനിമകളൊക്കെ കാണുന്ന ആളാണ്, മലയാള സിനിമകളൊക്കെ കാണുന്നതാണ്. അങ്ങനെ മലയാള സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് പറയാൻ പറ്റും? അത് അങ്ങയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഫലിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടോ? അല്ല, മലയാള സിനിമയിൽ ധാരാളം കഥാപാത്രങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നവരായിട്ടുണ്ടല്ലോ. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രം അങ്ങയുടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ചേർന്നിട്ട് ആ മെഡിക്കൽ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം കൊടുത്ത് അമൃതം ഗമയ MT എഴുതിയത് അല്ലേ? ഹരിഹരൻ. അതെ, ഹരിഹരൻ. അപ്പോ അതിനകത്ത് പിന്നെ നിങ്ങളാണ് ആ പിന്നെ ഇതായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ മാതൃകാ ഡോക്ടറായിട്ടാണ് പിന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പിന്നെ അവരിങ്ങനെ മുഖവിലക്കെടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒരു നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിക്കാണ്ടിരിക്കാൻ, മോഹൻലാൽ സിനിമകളിൽ അങ്ങേക്ക് ഏത് കഥാപാത്രത്തിനോടാണ് താല്പര്യം? ഇപ്പൊ അത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയത്. ഇതൊരു ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ഇല്ല. പക്ഷേ ചില രംഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ താരതമ്യപ്പെടുത്താറുണ്ട്, ഓർക്കാറുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കാൻ അങ്ങേക്ക് ഒരു ക്ഷണം വന്നാൽ എന്ത് തരത്തിലുള്ള റോളുകൾ ചെയ്യാനായിരിക്കും ഇഷ്ടം? അല്ല, അതിന്റെ കാലം കഴിഞ്ഞല്ലേ. ഇനിയിപ്പോ അതിന്റെ കാലം കഴിഞ്ഞല്ലോ. അത് ഇതിനു മുമ്പായി കുറച്ചുകൂടെ മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോ ഇപ്പൊ ആകെ പറ്റുന്ന റോളൊന്നല്ലേ ഉള്ളൂ. പ്രായമുള്ള ഒരാളുടെ റോൾ അതല്ലേ പറ്റും. അതായത് ഇപ്പൊ എന്നോട് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക, കമലഹാസനോടൊക്കെ അങ്ങേക്ക് നല്ല സൗഹൃദമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിന്റെയാണ്. അങ്ങേക്ക് കൂടുതൽ രജനീകാന്തിന് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അതൊരു ഘട്ടത്തിൽ അതായിരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം നമ്മുടെ ടിവികളില് സിനിമകൾ ഇങ്ങനെ വരുന്ന കാലത്ത് KTV, അതെ അതെ, അപ്പൊ ആ കാലത്ത് അതില് ധാരാളം രജനി പടങ്ങള് വരാറുണ്ട്. അതും ആക്ഷൻ സിനിമകൾ. ആക്ഷൻ പടങ്ങൾ പൊതുവിൽ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങയുടെ ആക്ഷൻ പടങ്ങൾ ഞാൻ ധാരാളം പിന്നെ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും നിങ്ങളുമായിട്ടെല്ലാമുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ ഈ പടങ്ങളോട് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിരുന്നു, പുള്ളിയുടെ ഒരു രീതികളോട്. അതെ, അതാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് അതൊരു ആക്ഷൻ സീനിനോടുള്ള താല്പര്യമാണ്. ഞാൻ നേരത്തെ പറയുകയായി, രണ്ട് സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് സർ. ഈ സിനിമയിലെ ചിലപ്പോഴൊക്കെ പോലീസ് മർദ്ദനത്തിന് വിധേയനാകുന്ന കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ക്യാമറയ്ക്ക് മുന്നിലുള്ള അനുഭവമാണ്. പക്ഷെ ജീവിതത്തിൽ അത് ഒരുപാട് നേരിട്ട ഒരാളെന്ന നിലയ്ക്ക് അടിയന്തരാവസ്ഥക്കാലത്ത് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനം, ലോക്കപ്പിലെ ആ ഭീകരമായ രാത്രികൾ, പിന്നീട് ജയിൽവാസം, ഇതെല്ലാം ശേഷം ആ ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ അങ്ങ് നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. ആ ഷർട്ട് അങ്ങ് ഇന്ന് സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പൊ എന്റെ കയ്യിലില്ല. പക്ഷെ അതുവരെ ഞാൻ സൂക്ഷിച്ചിരുന്നു. അതൊക്കെ ഒരു പ്രത്യേക അനുഭവത്തിലുള്ളതാണല്ലോ. നമ്മളെ ലോക്കപ്പില് ഞാനന്ന് ചെറുപ്പമാണ്, അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിൻ്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. ഈ അടി കൊണ്ടിട്ട് നീര് കെട്ടിയിട്ട് അതിൻ്റെ ആ തൊലി പോയിട്ട് വേറെ തൊലി വന്നിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ളതായിരുന്നു തല്ല്. പിന്നെ
ഈ ഒരു മിന്നലിങ്ങനെ വരും. ഈ അടി ഈ ഭാഗത്തൊക്കെ കൊണ്ടാൽ കണ്ണിൽ ഒരു മിന്നുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെയുള്ള തല്ലായിരുന്നു അത്. അത് വളരെ വളരെ കടുത്ത മർദ്ദനായിരുന്നു. അല്ല, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായി ഭരണം നടത്തുമ്പോൾ അന്ന് പോലീസ് മർദ്ദനമേറ്റ് കിടന്ന 28-29 വയസ്സുകാരൻ ഓർമ്മയിൽ വരാറുണ്ടോ? കാര്യം ശരീരത്തിലെ മുറിവിനേക്കാൾ വലിയ പോറലുകൾ അന്ന് മനസ്സിലേറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ മാനസികാവസ്ഥ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, അത്തരം ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കപ്പിലുള്ള മർദ്ദനത്തോട് ഒരു ദയയും കാണിക്കാറില്ല. അത്തരം ഉദ്യോഗസ്ഥരോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകാറ്. ഏതെങ്കിലും തരത്തിൽ ഒരു ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നൊരു കേസ് വന്നാൽ നമ്മളത് ഇവിടെ പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള നില തന്നെ എടുത്തിരിക്കുകയാണ്. അത് ഉടനെ CBIക്ക് വേണമെന്നാണ്. കാരണം ഇവിടുത്തെ ഏജൻസി തന്നെ അന്വേഷിക്കാൻ പാടില്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് ആ നില തന്നെ സ്വീകരിച്ചു പോവുകയാണ്. അതെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്.